അമ്മ ഈ പഴകഞ്ഞി എന്നെ എടുത്ത് കളഞ്ഞോട്ടെ. വേണ്ട, ഇപ്പോഴത്തെ അരിയുടെ വിലയ്ക്ക് എടുത്ത് കളയാനോ? നമുക്കത് ബിനുവിന് കൊടുക്കാം. ബിനുചേട്ടനോ? അല്ലാതെ പിന്നെ ആർക്ക് കൊടുക്കാനാണ്? അവനാവുമ്പോൾ മടുമടാന്ന് കുടിച്ചോളും. നീ ആ ഫോണിങ് എടുത്തോണ്ട് വാ, ഞാൻ ആ കൊച്ചിനെ ഒന്ന് വിളിച്ച് നോക്കാം. മോനെ ബിനു, നീ എവിടെയാ? ആ അമ്മ, ഞാനിവിടെ ലുലുമാളിലേ പെണ്ണുമ്പിള്ളയൊക്കെ കൂട്ടി ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ. ഓണമൊക്കെ അല്ലേ. എന്നിട്ട് ഞങ്ങൾ താഴത്തെ സാം പറഞ്ഞല്ലോ നീ മല്ലപ്പള്ളി ചന്തയിൽ മീൻ വാരി വിൽക്കുന്നിടത്ത് നിൽക്കുന്ന കണ്ടെന്ന്. ഓഹോ, അപ്പോൾ അതും പറഞ്ഞോ? അപ്പോൾ അതും പൊളിഞ്ഞു. നമ്മുടെയൊക്കെ ലുലുമാളെന്ന് പറയുന്നത് മല്ലപ്പള്ളി ചന്തയല്ലേ എൻ്റെ അമ്മാമേ. ആ, വിളിച്ച കാര്യം പറ. നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വാ മോനെ. നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ആർക്കും കൊടുക്കാതെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ അമ്മാമേ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ഓ, ഓക്കെ, ശരി അമ്മാമേ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ വന്നേക്കാം. ശരി. അന്യായ വില കൊടുത്ത് മേടിച്ച അരി കൊണ്ട് വെച്ച കഞ്ഞി നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുന്നത് കണ്ടോ? എന്താ അമ്മാമേ വിളിച്ചേ? ഞാൻ ബിനുമോന്റെ കാര്യം ഓർത്തോണ്ട് നിൽക്കുമായിരുന്നു. അതിനിപ്പോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പോലും ആയില്ലല്ലോ. എന്തോ കൊണസ്റ്റ് പരിപാടി എന്നെ കൊണ്ട് ചെയ്യിക്കാനാ. പോടാ, വാ നമുക്ക് അകത്തോട്ട് ഇരിക്കാം. എന്തോ കാര്യമായി എനിക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ചെല്ല. മോൻ ഇന്ന് കൈ കഴുകിയിട്ട് വാ. എന്തിന്? ഞാൻ രാവിലെ കഴിച്ചിട്ടാ വന്നത്. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോ? നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് നല്ല വഴങ്ങഞ്ഞിയും മോരുകറിയും ഇഷ്ടമാണെന്ന്. ഞാനത് ആർക്കും കൊടുക്കാതെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓ അമ്മ, എനിക്കിപ്പോ വേണ്ട. മോൻ മിണ്ടരുത്, വേഗം പോയി കൈ കഴുകിയിട്ട് വാ. ഞാൻ പോയി കഞ്ഞി കൊണ്ടുവരാം. അല്ല, കഴിച്ചേക്കാം. കഴിക്കും മോനെ, കുറച്ചുകൂടെ കഞ്ഞി കൊണ്ടുവരട്ടെ? വേണ്ട മോനെ, ഇത് തന്നെ ധാരാളം. പിന്നെ ഞങ്ങളെ കൊച്ചുകുഴിക്കാരുടെ 1.5 ഏക്കർ സ്ഥലം മേടിച്ചാൽ അതിൻ്റെ അങ്ങ് താഴെ മണ്ട പോയി ഒരു ഉണങ്ങിയ തെങ്ങ് നിൽപ്പുണ്ട്. മോനത് വെട്ടി വിറകാക്കി ഇവിടെ കൊണ്ടുവരണം. പഴങ്കഞ്ഞി കുടിച്ചും പോയി. ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും പൊട്ടക്കണത്ത് ചാടി ചാകാറുണ്ട്. ഇതിലും ഭേദം അതാണ്.